ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഒറ്റപ്പാലത്തേക്കുള്ളൊരു യാത്രയാണ് കേട്ടോ. ഇപ്പോൾ ഈ നിൽക്കുന്നത് പട്ടാമ്പി ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അയ്യോ വ്ളോഗ് ചെയ്യേണ്ടതെന്നുള്ള ഓർമ്മ വന്നിട്ട് വേഗം വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഒറ്റപ്പാലം വരെ എത്തുമ്പോഴേക്കിനും ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന് പോവാണ്. അപ്പോൾ ഒറ്റപ്പാലം വരെ എത്തണ്ട, ഞങ്ങൾക്ക് 7th ഡേയുടെ അതുവരെ പോയാൽ മതി. അപ്പോൾ അവിടെ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ മേമയുടെ വീട്ടിൽ പോകാൻ കേട്ടോ. മേമയുടെ മോള് പ്രസവിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ മോള് പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടീനെ കാണാൻ പോകും. നമ്മുടെ പട്ടാമ്പി പുഴ കണ്ടോ, മഴയൊക്കെ ആയിട്ട് നന്നായി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോണത്. അപ്പോൾ ഞാൻ ബസ് കയറിയപ്പോൾ ഡ്രൈവറോട് പറഞ്ഞു ഞങ്ങളതിനെ 7th ഡേയുടെ അവിടെ ഇറക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഉറക്കി കണ്ടക്ടറോട് പറയുന്നുണ്ടായിരുന്നു ഇവരെ 7th ഡേയുടെ അവിടെ എത്തി ഇറക്കണം കേട്ടോ എന്നുള്ളത്. മീശ മാധവനിൽ വെടിപരിപാടി വിളിച്ചു പറയാതെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ മാതിരിയുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ അവിടെ ചെന്നിറങ്ങി ഞങ്ങൾ ഓട്ടോയിൽ കയറി അയാളതിനെ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പോകുമ്പോൾ ഉണ്ണിക്ക് ഫ്രണ്ടിലിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ണി ആദ്യം കൂടി തെറ്റിയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ സുരക്ഷിതമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം മേമത അവിടെ അലക്കൽ പരിപാടിയാണ്. കാരണം നമ്മളൊരു വീട്ടിൽ പ്രസവിച്ചിറക്കണ വീട്ടിൽ തിരുമ്പൽ തന്നെ ആയിരിക്കുമല്ലോ പണി. അപ്പോൾ അവിടെ തുണിയൊക്കെ കഴുകണം. മേമയുടെ അടുത്ത് നിന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെതാ ഓരോന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ മേമ അറിയാണ് മുകളിൽ തേങ്ങ വീഴാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ഇതാ അവിടെ എൻ്റെ ഫോണൊക്കെ എടുത്ത് ചിലവർ ഇവിടെ വ്ളോഗിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കയറി ചെല്ലണം. അവിടെ തന്നെ ഒരു ഹാള്, സിറ്റ് ഔട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹാളാണ്. പിന്നെ അവിടെ നിന്ന് നേരെയാണ് അടുക്കള. അപ്പോൾ ഈ ക്വാർട്ടേഴ്സിനും ഉണ്ടായിരിക്കുമല്ലോ അടുക്കളയ്ക്ക് ഒരു സ്ഥാനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഫ്രണ്ടിലായിരിക്കും അതിൻ്റെ സ്ഥാനം. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിലാണ് അടുക്കള വരുന്നത്. പിന്നെ ഇതാ അങ്ങനെ ഒരു കുഞ്ഞു ഹാള്, പിന്നെ അതിനപ്പുറം ഒരു വർക്ക് ഏരിയ, ഒരു ബാത്റൂം, അതിൻ്റെ പുറത്തേക്ക് ഷീറ്റിട്ടിട്ട് തുണിയൊക്കെ ഉണക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തം തുണികളും കാര്യങ്ങളാണ്. കാരണം പ്രസവിച്ചിറക്കുന്ന ഒരു വീട്ടിൽ അത് തന്നെ ആവുമല്ലോ. അപ്പോൾ പിന്നെ ഉള്ളത് ഒരു റൂം, നല്ല സൗകര്യമുള്ള ക്വാർട്ടേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ അടുക്കളയിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചിക്കനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അമ്മയും മേമയും കൂടിയിട്ട്. മേമയ്ക്ക് സഹായത്തിന് ഇടയ്ക്കൊക്കെ അമ്മയും വരാറുണ്ട്. അപ്പോൾ അമ്മ എപ്പോഴും ഒന്നും ഇവിടെ നിൽക്കണില്ല, ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പം ഞാൻ ശ്രുതിയുടെ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ടുണ്ട്, എനിക്ക് പാകമാണ്. കുട്ടിയുടെ 28-നാണെങ്കിൽ കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് 2-3 പേരൊക്കെ വന്നിട്ട് ചുരുങ്ങിയ രീതിക്കാണ് കേട്ടോ ചടങ്ങുകൾ നടത്തിപ്പോയത്. അപ്പോൾ ഇനി 56 നന്നായി കഴിക്കാം എന്നൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 28-ന് ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ. ഇതിനി ഇവിടെ ആരും കഴിക്കില്ല, കളയും. അപ്പോൾ ഈ കൊണ്ടേക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കുപ്പിയിലാക്കി തന്നു. അപ്പോഴാണ് ഇവിടെ അലമാറയിൽ ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ. പിന്നെ ഇത് മേമയുടെ മോനാട്ടോ. ഏട്ടപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ വെന്ത് വരുന്നത്. അപ്പോഴാണ് ശ്രുതി എന്നെ വിളിക്കുന്നത്. ഞങ്ങൾക്ക് ഇൻസ്റ്റാ പേജിൽ നിന്ന് 56-ൻ്റെ ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് ഏട്ടനൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് നോക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അമ്മയുടെയും കുട്ടിയുടെയും കൂടിയിട്ട് കോംബോ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള സോക്സ്, തലയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അത് പിന്നെ കുറേ സമയം അതിനെയൊക്കെ നോക്കി അത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അങ്ങനെയൊക്കെ നിന്നു കേട്ടോ. പിന്നീട് വേഗം ഭക്ഷണം കഴിക്കുകയാണ്. സമയം പോണത് അറിയില്ല കേട്ടോ. 2 മണിയായിട്ടുണ്ട്. ഒരു 4 മണിക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയാലേ ഞങ്ങൾക്ക് സമയത്തേക്ക് വീട്ടിലെത്താൻ പറ്റുള്ളൂ. ഒരു 6 മണിക്കെങ്കിലും എത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഇനിയിപ്പം അത് പറയുമ്പോൾ ആദ്യം 6:30 സങ്കടമാവും കേട്ടോ. ഞങ്ങൾ വെറുതെ ഒരു 1 ഡേ ട്രിപ്പ് അടിച്ചാണ് ഒരു ചാൻസ് കിട്ടിയപ്പോൾ. ഇനിയിപ്പോൾ 56-ൻ്റെ ഫംഗ്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ എന്തായാലും അതിന് വരും. അപ്പോൾ അമ്മയുടെയും കുട്ടിയുടെയും ഡ്രസ്സും കാര്യങ്ങളും അപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ വേറൊരു വ്ളോഗ് എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ജസ്റ്റ് പോകുന്നേ ഉള്ളൂ. അങ്ങനെ രാവിലത്തെ പുട്ടും ചിക്കനൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോറും കഴിച്ചു. എന്തായാലും ഞങ്ങൾ വന്നത് പ്രമാണിച്ചിട്ട് കുട്ടി എന്തായാലും ഉറങ്ങണമെന്നില്ല. അല്ലെങ്കിൽ പകൽ നന്നായിട്ട് ഉറങ്ങിയിട്ട് രാത്രി കളിക്കണ ആളാണ് അത്ര കേട്ടോ.
അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും പകലല്ലാതെ ഉറങ്ങണമൊന്നുമില്ല. ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെ ആൾ കണ്ണൊക്കെ തുറന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ മഴ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ മേമ ആ ഡ്രസ്സൊക്കെ ഒന്നും കൂടി എടുത്തിട്ട് വരാൻ പറയും കേട്ടോ. പിന്നെ ഇവിടെ ചിക്കൻ്റെ മണമൊക്കെ അടിച്ചിട്ട് പൂച്ചകൾ ഒരുപാട് കാവൽ നിൽക്കുന്നുണ്ട് കേട്ടോ, അവർക്ക് കൊടുക്കുമോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ തുണിയൊക്കെ എടുത്ത് വന്ന് ഇനിയിപ്പോൾ കൂടുതൽ സമയമൊന്നുമില്ല, ഏകദേശം ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി പോകാനുള്ള സമയമേ ഉള്ളൂ. അങ്ങനെ 3 പേരും ചേർന്ന് കുട്ടീനെ നല്ല കളിപ്പിക്കില്ല കേട്ടോ. ഞാൻ ഈ കുട്ടീനെ കാണിക്കണില്ല എന്ന് വിചാരിച്ചതാണ്, അവളുടെ 56ൻ്റെ ഫംഗ്ഷന് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇവർ ഈ കളിപ്പിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇടാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം തിരിച്ചു പോന്നു. പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ബസ് കയറി, ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റൊക്കെ ഉള്ളൊരു ബസ് കിട്ടി കേട്ടോ. അങ്ങനെ ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ 56ൻ്റെ ഫംഗ്ഷൻ നടത്തുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ ഒരു വ്ളോഗും കൂടി ഉണ്ടായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.